നമസ്കാരം, എല്ലാവർക്കും കാർഡ്സ് ഓഫ് ഷിതിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ടാരറ്റിൻ്റെ സഹായം. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദി എംപറർ ആണ്. ദി എംപറർ സ്ഥിരതയെയും അച്ചടക്കത്തെയും അധികാരത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. നിങ്ങളുടെ യാത്രയിൽ വ്യക്തമായ പദ്ധതികളും ദൃഢനിശ്ചയവും ആവശ്യമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സാമ്പത്തിക വിജയത്തെയും പൂർണ്ണതയും കുടുംബപരമായ സന്തോഷത്തെയൊക്കെയാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്ഥിരതയും സംതൃപ്തിയും കൊണ്ടുവരും. നൈറ്റ് ഓഫ് സോർട്സ് വേഗതയെയും നിശ്ചയദാർഢ്യത്തെയും അടിയുറച്ച തീരുമാനങ്ങളെയൊക്കെയാണ്. ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുകയും തടസ്സങ്ങളെ അതിജീവിക്കുകയും ചെയ്യും. അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. 9 ഓഫ് കപ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്നും സംതൃപ്തിയും സന്തോഷവും കൈവരിക്കുമെന്നും ഉറപ്പ് നൽകുന്ന ഒരു കാർഡാണ് 9 ഓഫ് കപ്സ്. ദി മജീഷ്യൻ നിങ്ങളുടെ കഴിവുകളെയും സർഗാത്മകതയൊക്കെ പുതിയ സാധ്യതകളെയും ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന കാർഡാണ്. നിങ്ങളുടെ കൈകളിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാനാണ് പറയുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസ് സൂചിപ്പിക്കുന്നത് ഒരു സുരക്ഷിതത്വം, സമ്പാദ്യത്തെ പിന്നെ നിയന്ത്രണത്തെയൊക്കെയാണ്. നിങ്ങൾ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ അത് നിലനിർത്താൻ ശ്രദ്ധിക്കണം. ലക്ഷ്യങ്ങളെ അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട്. 4 ഓഫ് വാണ്ട്സ് പറയുന്നത് നിങ്ങൾ വിജയത്തെയും ആഘോഷത്തെയും ഐക്യത്തെയും ഒക്കെ ആണ് 4 ഓഫ് വാണ്ട്സ് പറയുന്നത്. വളരെ സന്തോഷകരമായിട്ട് ഐക്യത്തോടു കൂടിയിട്ട് വിജയിച്ച് മുന്നോട്ട് പോകാനായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. സ്ട്രെങ്ത്ത് കഠിനാധ്വാനത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു ഗ്രാജുലേഷൻ അർഹതയുണ്ട്. സ്ട്രെങ്ത്ത് നിങ്ങളുടെ ധൈര്യത്തെയും ആന്തരിക ശക്തിയെയും ദൃഢതയൊക്കെ കാണിക്കുന്ന ഒരു കാർഡാണ്. ദി ഹെയർഫൻ്റെ പാരമ്പര്യത്തെയും മൂല്യങ്ങളെയും മാർഗനിർദ്ദേശത്തെയൊക്കെ കാണിക്കുന്ന കാർഡാണ്. നിങ്ങളുടെ യാത്രയിൽ ശരിയായ പാതയിലൂടെയാണ് നീന്തുന്നത് ഇത് ഉറപ്പുവരുത്തുന്നുണ്ട്. പേജ് ഓഫ് വാണ്ട്സ് പുതിയ അവസരങ്ങൾ, ആശയങ്ങൾ, ഉന്മേഷം ഇതൊക്കെയാണ് പേജ് ഓഫ് വാണ്ട്സ് പ്രതിനിധീകരിക്കുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ ഫലത്തെയും ക്ഷമയെയും മൂല്യനിർണ്ണയത്തെയൊക്കെ കാണിക്കുന്നു. അതായത് നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ നിങ്ങൾ വളരെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതുണ്ട്. നിങ്ങൾ വളരെയധികം നന്നായിട്ട് പ്രയത്നിക്കേണ്ടതുണ്ടെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. ദ ചാരിയറ്റ് വിജയത്തെയും നിയന്ത്രണത്തെയൊക്കെ മുന്നോട്ടുള്ള ഗതിയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾ വിജയിച്ച് മുന്നോട്ട് പോകുമ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ദി ഹെർമിറ്റ് ആത്മപരിശോധനയും ജ്ഞാനത്തെയൊക്കെയാണ്. ഒറ്റപ്പെടൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനായിട്ട് ആത്മപരിശോധനയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ്. നിങ്ങൾ ഒറ്റപ്പെട്ട് എപ്പോഴും ആൾക്കൂട്ടങ്ങളിൽ നിൽക്കാതെ കുറച്ച് സമയം നിങ്ങൾ ഒറ്റപ്പെട്ട് നിങ്ങളെ സ്വയം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിൽ ഇടയ്ക്കിടെ സ്വയം വിലയിരുത്തേണ്ടതിൻ്റെയും ആന്തരിക ശബ്ദം കേൾക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ആണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ആന്തരിക ജ്ഞാനം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഹെർമിറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്പ്രെഡ് നൽകുന്ന സൂചനകൾ പ്രകാരം നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. അതായത് സ്ഥിരതയും അച്ചടക്കവും, അത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ സ്ഥിരതയും അച്ചടക്കമൊക്കെ പാലിക്കേണ്ടത് പ്രാധാന്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു സ്ഥിരതയും അച്ചടക്കമൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യക്തമായ പദ്ധതികളോടെ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് വ്യക്തമായ പദ്ധതികൾ, വ്യക്തമായ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നിശ്ചയദാർഢ്യം, വേഗത ഇതൊക്കെ നിങ്ങൾക്ക് വേണം എന്നാണ് പറയുന്നത്. ഒരു കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ അതിന് വേഗതയോടൊപ്പം നിശ്ചയദാർഢ്യവും വേണം എന്നാണ് പറയുന്നത്. തടസ്സങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ നിശ്ചയദാർഢ്യവും വേഗതയാണ് നിങ്ങൾക്ക് വേണ്ടത്. എല്ലാ തടസ്സങ്ങളെയും മാറ്റി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ആത്മപരിശോധനയും സ്വയം വിലയിരുത്തലും നടത്തണം. നിങ്ങളുടെ യാത്രയിൽ ഇടയ്ക്കിടെ സ്വന്തം പുരോഗതി വിലയിരുത്തുന്നത് നല്ലതാണ്. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ കഴിവുകളും സർഗാത്മകതയും അതൊക്കെ വിശ്വസിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യതിരിക്തമായ ഗുണങ്ങളെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് ഉപയോഗിക്കുക. ഒരു സന്തുലിതാവസ്ഥ, വിജയവും സന്തോഷവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സംതൃപ്തിയും സന്തോഷമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക.
ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിശ്ചയമായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് ടാരറ്റ് കാർഡ് പറയുന്നത്. നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണതയിലെത്തുകയും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ടും എല്ലാം സക്സസ് ആവാനായിട്ടും സാധിക്കുന്നതാണ് പറയുന്നത്. ടാരറ്റ് കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യൂണിവേഴ്സ് എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് നൽകാനായിട്ട് കാത്തിരിക്കുന്നു. അത് നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. താങ്ക്